അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തെൽബിയയുടെ ഭാഗമായുള്ള ഈദ് ട്രഷർ ഹണ്ടിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ചാമത്തെ ചോദ്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അവസാനത്തേതുമാണ്, അഞ്ചാമത്തേതുമാണ്. ഇതോടുകൂടെ നിങ്ങൾ നിധി കണ്ടെത്തിയിരിക്കും. അതിന് പറ്റുന്ന ക്ലൂ നിങ്ങൾക്ക് കഴിഞ്ഞ 4 ചോദ്യങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നറിയാം. പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ, അതിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും അതെല്ലാം നന്മകളായി നിങ്ങൾക്ക് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. സ്ക്രീൻ ടൈമുകൾ അത് എങ്ങനെ നന്മയിൽ ഉപയോഗപ്പെടുത്താം എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉത്തരം, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടോ, അവർക്ക് വേണ്ടതെല്ലാം പീസ് റേഡിയോയിലുണ്ട്. നിങ്ങളുടെ വീടുകളിൽ കൗമാരപ്രായക്കാരുണ്ടോ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം പീസ് റേഡിയോ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഊഷ്മളമായ ബന്ധം അത് നിലനിൽക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രായോഗികമായ പരിഹാരങ്ങളും നൽകുന്ന സ്നേഹക്കൂടും ലൈവ് കൗൺസലിംഗ് പ്രോഗ്രാമുകളുമെല്ലാം പീസ് റേഡിയോ നിങ്ങൾക്കായി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമാധാനത്തിൻ്റെ സന്ദേശ ഗാഥ അത് മുന്നോട്ട് കുതിക്കുമ്പോൾ അതിലൊരംഗമായി, ഒരു തുള്ളിയായി നിങ്ങളും കുടുംബവും ഒക്കെ ഉണ്ടാകണം എന്നത് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കഴിഞ്ഞ 4 ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടാകും. ഡിജിറ്റുകളിലാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ നൽകേണ്ടത് എന്നുള്ള നിർദ്ദേശം തുടക്കം മുതലേ നൽകിയിരുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ ആൻസറുകൾ നൽകിയിടത്ത് ഡിജിറ്റ് അല്ലാതെ നൽകിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ക്ലൂ ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത്തരം ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെങ്കിൽ ഡിജിറ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ നൽകുക. അഞ്ചാമത്തെ ഒരു ചോദ്യത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കുവാനുള്ളത്. സ്വാഭാവികമായിട്ടും പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലൂടെ ആയിരിക്കും നമ്മൾ കയറുക. ബലിപെരുന്നാൾ ആയതുകൊണ്ട് ഹജ്ജാണല്ലോ നമ്മുടെ ഈ ഒരു പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാകർമ്മം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സമ്മേളിക്കുന്ന ഒരു സംഗമം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിലക്കുമുള്ള സംശയങ്ങൾക്കിടയില്ലാതെ പറയാം, അത് അറഫ സംഗമമാണ്. അതെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്ന് ജനലക്ഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ സമ്മേളിക്കുന്ന അറഫ സംഗമം. ഒരുപാട് പ്രത്യേകതകൾ ചരിത്രപരമായി അതിനുണ്ട്. അതിൻ്റെ അന്നത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കുള്ള പ്രത്യേകത, അവിടെ അറഫയിൽ സമ്മേളിക്കുന്നവർക്കുള്ള പ്രത്യേകത, ഹജ്ജെന്ന് പറയുന്നത് തന്നെ അറഫയാണ്. അറഫയിൽ ഒരു നിമിഷമെങ്കിലും നിൽക്കാൻ സാധിക്കാത്തവർക്ക് ഒരു കാരണവശാലും ഹജ്ജില്ല എന്നാണ്. അത് അത്ര സുപ്രധാനമായ ദിവസം. അതോടൊപ്പം ചരിത്രത്തിൽ മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രവാചകൻ മാനവികതയെ വിളംബരം ചെയ്ത് നടത്തിയ പ്രവാചകൻ്റെ അവസാനത്തെ ഖുതുബ, ഇങ്ങനെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒട്ടനേകം സംഭവ വികാസങ്ങളാണ് ദുൽഹജ്ജ് 9 അറഫ ദിവസത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിലൂടെ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ ചോദ്യം, ദുൽഹജ്ജ് 9 ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്നൊരു ജൂതൻ വന്ന് പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചോദിച്ചു, എന്താണ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രത്യേകത? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്ത്, ആ ആയത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അനുഗ്രഹം ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയ ദിവസം നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിനെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ചോദ്യം, ഈദ് ട്രഷർ ഹണ്ടിൽ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കളോട് ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ ക്ലൂ കിട്ടാനുള്ള അവസാനത്തെ ചോദ്യമാണ്. സൂറത്തുൽ മാഇദയിലെ എത്രാമത്തെ ആയത്താണ്? നമ്മൾ എത്രയോ തവണ കേട്ടുപോയ ഈ ആയത്ത് സൂറത്തുൽ മാഇദയിലെ എത്രാമത്തെ ആയത്താണ്? ആ ഡിജിറ്റുകൾ നിങ്ങൾ നൽകൂ. ഇതാ നിങ്ങളുടെ നിധി തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്ക് അവസാനത്തെ ക്ലൂ കൂടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അഞ്ചാമത്തെ ചോദ്യവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ക്ലൂ നിങ്ങൾ കിട്ടിയതനുസരിച്ച് ശരി ഉത്തരത്തിലേക്ക് നിങ്ങൾ ഓടിയെത്തിയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നിരവധി മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഡെസ്കിൽ നിന്നും നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ്, നിങ്ങൾ ഉത്തരം അയക്കുന്ന സന്ദർഭത്തിൽ ആയത്തിൻ്റെ നമ്പർ മാത്രമാണ്, ആ ഡിജിറ്റ് മാത്രമാണ് നിങ്ങൾ ഉത്തരമായി നൽകേണ്ടത്. സൂറത്തിൻ്റെ നമ്പർ ഒരിക്കലും നിങ്ങൾ നൽകേണ്ടതില്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്താം. അങ്ങനെയാണ് അതിനൊരു പതിവ്. വിശുദ്ധ ഖുർആൻ 3:21-43 അങ്ങനെ ഇടുന്നതാണ് ഒരു പതിവ്. അപ്പം അങ്ങനെ വേണ്ട, ആയത്തിൻ്റെ നമ്പർ എത്രയാണോ ആ ഡിജിറ്റുകൾ മാത്രമാണ് നിങ്ങൾ നൽകേണ്ടത്. ആ ഡിജിറ്റ് നിങ്ങൾ നൽകുന്നു, നിങ്ങൾക്ക് ക്ലൂ കിട്ടിയിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു ഉത്തരത്തെ, ചിലരൊക്കെ ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകേണ്ടതാണ് അല്ലേ? അതെ. അഞ്ചാമത്തെ ഏതായാലും നമുക്ക് നോക്കാം. 4 ക്ലൂകൾ കിട്ടുമ്പോൾ ഇത് ഒന്നാമത് ഞാൻ ഉദ്ദേശിച്ച ആ ഉത്തരം തന്നെയാണ്, ഇത് ഒരേ ഡയറക്ഷനാണ് എന്നൊക്കെ പറയുന്നവർ നമുക്കിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും കാത്തിരിക്കാം. തുടക്കത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ
പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ആവേശത്തോടു കൂടെയുള്ള ഒരു യാത്ര മുന്നോട്ട് വീണ്ടും കുതിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഉത്തരം നമ്മൾ അന്വേഷിക്കുന്ന നിധി കൊടുക്കാൻ സമയമായാൽ നിങ്ങൾ നിധി കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾക്കിങ്ങനെ മറ്റുത്തരങ്ങളെ പോലെയല്ല, അപ്പോൾ 1-2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ശരിയാകുമ്പോൾ നിങ്ങൾക്ക് ക്ലൂ കിട്ടും. ഇത് നിങ്ങൾ ശരിയായോ അല്ലേ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണം അതല്ല എ എന്ന ഉത്തരം കൊടുത്തു, ഇനി എ അല്ല ബി ആണെന്ന് തോന്നിയാൽ അപ്പോൾ ബി എന്നാക്കുക. നിങ്ങൾ അവസാനമായി നൽകുന്ന ഉത്തരം എന്താണോ അതായിരിക്കും ഞങ്ങൾ പരിഗണിക്കുക. അതുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ ആകാംക്ഷാഭരിതമായി തന്നെ ഈ ത്രില്ലിംഗ് മൂവ്മെൻറ്റ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഈ ക്ലൂകളെ ചേർത്ത് പിന്നെ ഉത്തരങ്ങളും ചോദ്യത്തിലെ ഉത്തരങ്ങളും ക്ലൂകളും നിധികളുമായി ഞങ്ങൾ വീണ്ടും വരും. കാത്തിരിക്കുക. പീസ് റേഡിയോടൊപ്പം തുടർന്നുകൊണ്ടിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.